ഹായ് ഗായ്സ്, ഇന്നത്തെ കുഞ്ഞു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കുഞ്ഞു വിശേഷം പറയാനുണ്ട് കേട്ടോ. ഞങ്ങളെ വീട്ടിലെ പോത്തിനൊക്കെ അച്ഛൻ മിന്നാന്ന് കൊടുത്തു. അച്ഛനെ പോലെ തന്നെ ഞാനും ഇടയ്ക്ക് പുല്ലിട്ട് കൊടുക്കാനും തൊട്ട് തലോടാനൊക്കെ പോലുണ്ട്. ഇന്ന് ഏറ്റവും നല്ല ഇണക്കത്തിലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ 2 പോത്തിനെ വെച്ചപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. പോത്തിനെ കൊണ്ടുപോകാനുള്ള വണ്ടിയൊക്കെ മുറ്റത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ ആദ്യം ഒന്നിനെ കൊണ്ടുപോയി മുറ്റത്ത് കെട്ടി. പിന്നെ അച്ഛൻ തന്നെ വണ്ടിയിൽ കയറ്റി കൊടുത്തു. വണ്ടിയിൽ ഒന്നും കയറാൻ കൂട്ടാക്കണില്ല കേട്ടോ. അങ്ങനെ ഒന്നിനെ കയറ്റിയതിന് ശേഷം പിന്നെ രണ്ടാമത്തേനും കയറ്റുകയാണ്. ഡ്രൈവർ കയറ്റാൻ നോക്കിയിട്ട് കയറാത്തതുകൊണ്ട് തന്നെ അച്ഛൻ തന്നെയാണ് കയറ്റി കൊടുത്തത്. അങ്ങനെ വണ്ടിയിൽ കയറ്റിയപ്പോൾ ഞാനും അച്ഛനും വളരെ സങ്കടത്തോടെ നോക്കി നിൽക്കുകയാണ്. ഏതൊരു ജീവിനെ നമ്മളെ വീട്ടിൽ വളർത്തി അത് പോകുമ്പോൾ നമുക്കൊരു വല്ലാത്ത സങ്കടമാണല്ലോ. അങ്ങനെ വണ്ടിയിൽ കയറ്റിയപ്പോൾ പോത്ത് ഒരു സങ്കടത്തോടെ കരഞ്ഞപ്പോൾ ഞാനും അച്ഛനും ഒന്ന് തലയിട്ട് നോക്കി. രണ്ടിനും പോകാനും വലിയ താല്പര്യമൊന്നുമില്ല. എന്താ വെച്ചാൽ അച്ഛന് അടിക്കാതെ ഓമനിച്ചാണ് അതിനെ വളർത്തല്. അതുകൊണ്ട് തന്നെ അവർക്കും പോകാനും വലിയ താല്പര്യമൊന്നുമില്ല. അങ്ങനെ രണ്ടിനെയും കൊണ്ടുപോവാണ്. ഇന്നലെ ഞങ്ങൾ തറവാട്ടമ്പലത്തിൽ കോഴിവെട്ടായിരുന്നു. അപ്പോൾ ഇന്നലെ അമ്മായിമാരും മക്കളൊക്കെ വന്നതാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ചായ കുടിക്കുകയാണ്. ഇവർക്ക് ഇവിടെ വന്നാൽ ഞങ്ങളെ കൂടെ നിലത്തിരുന്ന് കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ അമ്മായിയും മക്കളൊക്കെ പോവുകയാണ്. ചെറിയ അമ്മായി പിന്നെ നേരത്തെ പോയി ചായ കുടിച്ച് കഴിഞ്ഞാൽ വട തന്നെ പോയിട്ടുണ്ട്. ഇവരൊക്കെ വന്നു പോകുമ്പോൾ പിന്നെ വീട് ഉറങ്ങിയ പോലെയാണ്. അപ്പോൾ വൈകുന്നേരം അമ്മ മാങ്ങയൊക്കെ തുടച്ച് അച്ചാറിടാൻ വേണ്ടി എടുക്കുകയാണ്. അമ്മയ്ക്ക് ഈ മാങ്ങ 2 ദിവസം മുന്നേ കിട്ടിയതാണ്. അന്നൊന്നും സമയം കിട്ടിയില്ല. ഇന്ന് ലീവായ അച്ചാറൊന്ന് ഇടാന്ന് വെച്ചതാണ്. പിന്നെ ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കി നുറുക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 സ്പൂൺ ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കി ചേർത്തു. അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ ഉപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു. പിന്നെ ചട്ടിയിൽ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അമ്മ ഗ്യാസ് മീലൊന്നല്ല വെച്ചത്, മുറ്റത്ത് അടുപ്പിലാണ് വെച്ചത്. പിന്നെ കടുകും ഒരു 10-12ഓളം വെളുത്തുള്ളിയും നടു കീറിയത് ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് കറിവേപ്പിലയും കൂടി ഇട്ട് വെച്ചതിന് ശേഷം ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചു. അങ്ങനെ എണ്ണ ഒക്കെ ചൂടാറിയതിന് ശേഷം പിന്നെ 4 ടേബിൾ സ്പൂണോളം മുളകും പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ അതിലേക്ക് 1 സ്പൂണ് ഉലുവ പൊടിച്ചതും 1/2 സ്പൂണ് കടുക് പൊടിച്ചതും 1 സ്പൂണ് കായത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അമ്മ കനലിലൊന്ന് വേവിച്ചെടുത്തു. ഇത് ഗ്യാസുമിലാണെന്നുണ്ടെങ്കിൽ ഇത് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണം. അങ്ങനെ പൊടികളൊക്കെ ചൂടായതിന് ശേഷം പിന്നെ 2 സ്പൂണ് വിനാഗിരി ഒഴിച്ചു കൊടുത്തു. പിന്നെ വിനാഗിരി ഒന്ന് ഒഴിച്ചെടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണേ. ഞങ്ങളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്കും സബ്സ്ക്രൈബും ഒന്ന് ചെയ്യണേ. അങ്ങനെ ഇപ്പോൾ വിനാഗിരിയും ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ചും കൂടി ഉപ്പ് ചേർത്തെടുത്തു. മാങ്ങേൻ്റെ പുളി അനുസരിച്ച് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം പിന്നെ അരിഞ്ഞു വെച്ച മാങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്തെടുക്കുകയാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. മാങ്ങ റെസ്റ്റ് ചെയ്യാൻ വെച്ച ടൈമിൽ തന്നെ ഇതിൽ വെള്ളം ഇത്തിരി ഊരി വന്നിട്ടുണ്ടാവും. മാങ്ങേൻ്റെ വെള്ളം തന്നെയാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ മാങ്ങാച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ കേട്ടോ ഞങ്ങൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ.